തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ജോഷുവ യുദ്ധം ചെയ്ത് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോസസിൻ്റെ ഉയർന്ന കരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ആദ്യമൊക്കെ ജോഷു വിചാരിച്ചത് തൻ്റെ കഴിവ് കൊണ്ടാണെന്ന്. ചില സമയങ്ങളിൽ യുദ്ധം താഴേക്ക് പോകുമ്പോഴാണ് അവൻ കാര്യം അന്വേഷിച്ചത്. അപ്പോൾ മോസസ് എന്ന് പറയുന്ന ജ്ഞാനവൃദ്ധൻ്റെ കൈകൾ താഴുമ്പോഴാണ് തൻ്റെ യുദ്ധം തോൽക്കാൻ പോകുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ ജോഷുവ പറയുന്നുണ്ട്, ഹെബ്രായക്കാരായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വിളിച്ച് അവൻ്റെ കൈകൾ രണ്ടും ഉയർത്തിപ്പിടിക്കാൻ. എപ്പോഴെല്ലാം മോസസിൻ്റെ കൈകൾ ഉയർന്നോ അപ്പോഴെല്ലാം യുദ്ധം വിജയിച്ചു. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കരങ്ങൾ ആവശ്യമുണ്ടെന്ന് മറന്നു പോകരുത്. ഇന്ന് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നമ്മുടെ കുടുംബവും നമ്മളും സഭയും ഒക്കെ കടന്നു പോകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന നിന്റെ കരങ്ങൾ ആവശ്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞിന് പ്രാർത്ഥിക്കുന്ന അമ്മയെ വേണം. ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരന് പ്രാർത്ഥിക്കുന്ന അപ്പയെ വേണം. സുവിശേഷം പ്രസംഗിക്കുന്ന എനിക്ക് പ്രാർത്ഥിക്കുന്ന ഭാര്യയെ വേണം. വീട്ടുജോലിയെടുക്കുന്ന ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഭർത്താവിനെ വേണം. അങ്ങനെ ഓരോ കുടുംബങ്ങളിലും പ്രാർത്ഥനാ ഗോപുരങ്ങൾ ഉയരണം. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കലാണ് അവർക്കെല്ലാം നിന്റെ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ ആവശ്യമുണ്ടെന്ന്. ഇനി മുതൽ അത് ഓർമ്മയിലുണ്ടാവട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. നുറുങ്ങുവെട്ടം